വടക്കൻ തമിഴ്നാട്ടിലും തെക്കൻ ആന്ധ്രയിലും ദുരിതം വിതച്ച മിഗ്ജാം ചുഴലിക്കാറ്റ് ദുർബലമായി. തെക്കൻ ആന്ധ്രാപ്രദേശിലെ ബാപ്പട്ലയ്ക്ക് സമീപം കരതൊട്ട മിഗ്ജാം ചുഴലിക്കാറ്റ് മധ്യ ആന്ധ്ര തീരത്തിന് മുകളിൽ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറി. വടക്ക് പടിഞ്ഞാറൻ ബാപ്ട്ലയിൽ നിന്ന് 100 കിലോമീറ്ററും തെക്ക് കിഴക്കൻ ഖമ്മത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയുമായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴിയായി വീണ്ടും ദുർബലമാകും. തെക്കൻ ആന്ധ്രാ തീരത്ത് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിൽ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പൊതുവേ ഈ ചുഴലിക്കാറ്റിന്റെ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ് ഇപ്പോൾ? ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കാറ്റും കോളും അടങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും ദുരിതമൊഴിയുന്നില്ല. വെള്ളക്കെട്ടിന് ശമനമായില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വരുന്നത്. പക്ഷേ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ കാറ്റ് ചക്രവാത ചുഴിയായി വീണ്ടും ദുർബലമാകുമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. തെക്കൻ ആന്ധ്രാ തീരത്ത് മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശിൽ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ചെന്നൈയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, അതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങൾ. ഇനിയിപ്പോൾ ആ വെള്ളം ഇറങ്ങണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണം എന്നുള്ള ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ. പ്രത്യേകിച്ച് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന മേഖലയിലെല്ലാം തന്നെ വീട് വിട്ട് മറ്റിടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ദിവസങ്ങൾ എടുക്കും എന്നാണ് ആ പ്രദേശത്തുള്ളവർ തന്നെ നമ്മളോട് പറഞ്ഞത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, ആദ്യം ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു ശക്തി കുറഞ്ഞിരിക്കുന്നു, ദുർബലമായിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് അലക്സ്? സ്മിത, ഈ വടക്കൻ തമിഴ്നാടിലും ഒപ്പം തെക്കൻ ആന്ധ്രാ തീരത്തും ദുരിതം വിതച്ച ഈ മിഗ്ജോം ചുഴലിക്കാറ്റ് അത് ദുർബലമായിട്ടുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്കൻ ആന്ധ്രാപ്രദേശിലെ ബാപ്ട്ലയ്ക്ക് സമീപം കരതൊട്ട ഈ മിഗ്ജോം അത് മധ്യ ആന്ധ്രാ തീരത്തിന് മുകളിൽ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറുകളിലും അത് വീണ്ടും ദുർബലമാകും. അത് ന്യൂനമർദ്ദം എന്നുള്ളത് വീണ്ടും ദുർബലമായി ചക്രവാത ചുഴിയായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. നിലവിൽ അത് വടക്ക് പടിഞ്ഞാറൻ ബാപ്ട്ലയിൽ നിന്ന് ഏതാണ്ടൊരു 160 കിലോമീറ്ററും അതുപോലെ തെക്കു കിഴക്കൻ ഖമ്മത്ത് നിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അകലെയാണ് അതിന്റെ സ്ഥാനമെന്നറിയുന്നു. ചെറിയ തോതിലുള്ള മഴയ്ക്ക് ആ പ്രദേശത്ത് കാരണമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ആന്ധ്രാ തീരത്താണ് കനത്ത മഴ, തീവ്രമഴ പെയ്തതെങ്കിൽ അത്തരത്തിലൊരു തീവ്രമഴയ്ക്ക് സാധ്യതയില്ല. പകരം വടക്കൻ ആന്ധ്രയിൽ നേരിയ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് പല ജില്ലകളും സാധ്യതയുണ്ട് എന്നൊരു പ്രവചനം നിൽക്കുന്നുണ്ട്. അതായത് പറഞ്ഞു വന്നത് മിഗ്ജോം ചുഴലിക്കാറ്റ് നാശം വിതച്ച് കടന്നുപോയ ചെന്നൈ നഗരത്തെ ആകെ പ്രളയത്തിൽ മുക്കിയ തെക്കൻ ആന്ധ്രാ തീരത്തെ ദുരിതത്തിലാക്കിയ ഈ മിഗ്ജോം ചുഴലിക്കാറ്റ് 4 ദിവസത്തിനു ശേഷം ദുർബലമായിരിക്കുന്നു. സ്മിത, അലക്സ്, ഒരു പ്രളയത്തെ അതിജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ അറിയാം ഒരു വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് പ്രത്യേകിച്ച് സാധാരണക്കാരെ അത് എത്രത്തോളം ബാധിക്കുമെന്നുള്ളത്. ഇനിയൊരു സാധാരണ നിലയിലേക്ക് ജീവിതം പോകണമെങ്കിൽ വലിയ പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ആ രീതിയിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് വീട്ടിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലാണല്ലോ. സ്മിത, തീർച്ചയായും ഈ ചെന്നൈയിലെ ജനജീവിതം അത് സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വശമാണ് ചെന്നൈയെ സംബന്ധിച്ച്. കാരണം ഒരു മെട്രോ നഗരമാണ്. അതിങ്ങനെ ജീവിതത്തിന് പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. അവർക്ക് അങ്ങനെ കാത്തു നിൽക്കാൻ സമയമില്ല. പെട്ടെന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയ മേഖലകളിൽ ജനജീവിതം സാധാരണഗതിയിലായി. നിരത്തുകളൊക്കെ സജീവമായിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ അത് തുറന്നു വരുന്നു. മറ്റു വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നു വരുന്നു. ആളുകൾ അവരുടെ ജീവനോപാധി തേടി പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ചെന്നൈയിലെ താഴ്ന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചാണ്. ആ താഴ്ന്ന പ്രദേശങ്ങൾ ഈ തുടർച്ചയായ 3-ാം ദിവസവും വെള്ളത്തിനടിയിലാണെന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ പലയിടങ്ങളിലും പോയി അത് കണ്ടതാണ്. ഈ വില്ലിവാക്കം, ഒട്ടേരി, മടിപ്പാക്കം, പള്ളിക്കരണി, തുറൈപ്പാക്കം തുടങ്ങി ഈ താഴ്ന്ന മേഖലകളിലൊക്കെ വലിയ രീതിയിൽ പ്രളയജലം ഇപ്പോഴുമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലകളിലൊന്ന് ചെന്നൈ നഗരഹൃദയത്തിനുള്ളിൽ തന്നെയുള്ള വേലാച്ചേരിയാണ്. വേലാച്ചേരിയിൽ നമ്മൾ രാവിലെ പോയിരുന്നു. അവിടുത്തെ ആളുകളുടെ ദുരിതം കേട്ടിരുന്നു. ആ മേഖലയ്ക്ക് തൊട്ടടുത്ത്, അതായത് വേലാച്ചേരി പ്രദേശത്ത് തന്നെ വിവിധ സ്ഥലങ്ങളുണ്ട്. രാംനഗറുണ്ട്, അതുപോലെ സാരഥി നഗറുണ്ട്. ഈ മേഖലയിൽ ആകെ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് അരയാൾപ്പൊക്കം വെള്ളം പലയിടങ്ങളിലും ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് ആളുകൾ പറയുന്നുണ്ട്. ഇതിൽ ആളുകളുടെ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1 അല്ല 2 പ്രളയം
2018-19 പ്രളയം നമ്മൾ കണ്ടതാണ്. ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ മറ്റെല്ലാ വിവേചനവും മാറ്റി നിർത്തി നമ്മൾ ഒന്നായി തന്നെ അത് നേരിട്ടതാണ്. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി, അത് ഭരണ സംവിധാനം എന്ന വേർതിരിവില്ലാതെ, ജനങ്ങളെന്ന വേർതിരിവില്ലാതെ മലയാളികൾ അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയത് നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു പാഠം നമ്മളെ സംബന്ധിച്ചുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച കൃത്യമായി തന്നെ ഈ ആളുകളെ ഇപ്പോഴും അവർ അകപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ കാര്യമാണ്. പലയിടങ്ങളിലും ആളുകൾ വീടുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വേലാച്ചേരി മേഖലയിലൊക്കെ റെസ്ക്യൂ ബോട്ടുകൾ അങ്ങനെ അധികം ലഭിക്കുന്നില്ല, സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന പരാതി അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ആവട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ റെസ്ക്യൂ ബോട്ടാവട്ടെ, അത് അത്തരത്തിൽ കൃത്യമായി എത്തുന്നില്ല. പലർക്കും ഭക്ഷണ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനാകുന്നില്ല. ഉടുത്തുമാറാൻ വസ്ത്രമില്ലാതെ പല വീടുകളിലും ആളുകൾ നിൽക്കുന്നുണ്ട്. വളരെ രോഷത്തോടു കൂടിയാണ് ആളുകൾ, ഈ വേലാച്ചേരിയിലെ ജനങ്ങൾ നമ്മളോട് പ്രതികരിച്ചത്. നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരുപക്ഷെ അത് ശരിയുമായിരിക്കാം, കാരണം അവർ കഴിഞ്ഞ മണിക്കൂറുകളായി ഇതെല്ലാം അനുഭവിക്കുകയാണ്. വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്റർനെറ്റ് സൗകര്യമില്ല. ഇക്കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ അവർക്ക് മറ്റു സംവിധാനങ്ങളൊന്നും ആ മേഖലയിലുള്ള ആളുകൾക്കില്ല. വലിയ രോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ ദുരിതത്തിന് ഒരു അറുതി വരുത്തിത്തരണം എന്നവർ അധികാരികളോട് കിഴഞ്ഞ് അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് നമ്മൾ നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ കണ്ടതാണ്. അത്തരത്തിൽ പലരും നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ നിൽക്കുന്ന മേഖലയല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ അയാൾപ്പൊക്കത്തിന് മുകളിൽ അവിടെ പ്രളയജലം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് പലരും സങ്കടത്തോടുകൂടെ പറയുന്നുണ്ട്. നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ട ഒരു സങ്കടകരമായ കാഴ്ച, ഒരു പ്രായമുള്ള അമ്മയെയും അതുപോലെ ആ അമ്മയുടെ ഒരു ബന്ധു, മകനോ മറ്റോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തെ ഒരു വള്ളത്തിൽ, ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആളുകൾ പ്രതികരിക്കുന്ന അങ്ങേയറ്റം വൈകാരികമായി കൂടിയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ അവരെല്ലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവരെയൊക്കെ പുറത്തെത്തിക്കണം, രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ ഏകോപിപ്പിക്കണമോ നടത്തണം, പുറത്തേക്ക് കൃത്യമായി രക്ഷാപ്രവർത്തനം നടക്കേണ്ടിയിരിക്കുന്നു. കഷ്ടമാണ് അവരുടെ കാര്യങ്ങൾ. അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഓരോ സംസ്ഥാനത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ തന്നെ ഇവരെ ഒരുമിച്ച് നിന്ന് സഹായിക്കുന്നു, ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കേണ്ടതുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.